നമസ്കാരം. കുടുംബക്കാവുകളിലെ ആരാധനയുടെ പ്രാധാന്യം എന്താണ് എന്ന വിഷയത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുലദേവത എന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എല്ലാ ആരാധനകളിലും വെച്ച് ഏറ്റവും പ്രാധാന്യം കൂടിയതാണ് കുലദേവത ആരാധന എന്ന് ശാക്തേയ തന്ത്രങ്ങളിലെല്ലാം എടുത്തു പറയുന്നുണ്ട്. കുലാർണവ തന്ത്രം എന്ന ഗ്രന്ഥത്തിൽ കുലദേവത ആരാധനയുടെ പ്രാധാന്യവും ആവശ്യകതയും ഏറ്റവും മുഖ്യമായി പറയുന്നു. കുലത്തെ കാക്കുന്ന ദേവതാഭാവമാണ് കുലദേവത. നമ്മളുടെ വംശപരമ്പര അനേക കാലങ്ങളായി ആരാധിച്ചു പോന്നിരുന്ന ദേവതാഭാവമാണ് കുലദേവതയായിട്ട് വരുന്നത്. തന്ത്രയോഗ സമ്പ്രദായത്തിൽ കുലസങ്കല്പത്തിന് ഒരുപാട് മാനങ്ങൾ പറയുന്നുണ്ട്. കുലദേവത എന്ന കാഴ്ചപ്പാടിലെ ഏറ്റവും ലളിതമായ വ്യാഖ്യാനമാണ് ഇവിടെ പറയുന്നത്. അനവധി തലമുറകളായി നമ്മുടെ വംശപരമ്പരയിൽ പൂർവികർ ആരാധിച്ചു പോരുന്ന ദേവതാ സങ്കല്പമാണ് നമ്മളുടെ കുലദേവത. ബാക്കി എവിടെ ആരാധന നടത്തിയാലും, അനേക ദൂരെയുള്ള ഏതെല്ലാം മഹാക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയിരുന്നാലും അതൊക്കെ നല്ലതാണ്. നമ്മൾ ശരിയായ വിധത്തിൽ നമ്മുടെ കുലദേവത ആരാധന കൃത്യമായി ചെയ്തു പോകുന്നത് വരെ, കുലദേവത ആരാധനയിൽ മുടക്കം വരികയോ അതിൽ ക്രമഭംഗം വരികയോ ചെയ്തു പോകുന്നിടത്തോളം നമ്മൾ മറ്റെവിടെ എന്തൊക്കെ ആരാധന ചെയ്താലും അതൊന്നും ഫലപ്രദമാവുകയില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസന ആരാധനാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒരു രഹസ്യമുണ്ട്. നിഗൂഢമായ തന്ത്രശാസ്ത്ര സമ്പ്രദായങ്ങളിൽ വളരെ അപൂർവമായി മാത്രം വെളിപ്പെടുത്തുന്നതായ ഒരു രഹസ്യമുണ്ട്. നിങ്ങൾ ഏത് ദേവതയെ, ഏത് ക്ഷേത്രത്തിലെ ഏത് ദേവതയെ ജപിച്ചു പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന ആദ്യം ശ്രവിക്കുക നിങ്ങളുടെ കുലദേവതയായിരിക്കും. നിങ്ങളങ്ങ് വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ദേവതാ സങ്കല്പത്തെ മനസ്സിൽ നന്നായി വിചാരിച്ച് ഒരു സ്തോത്രം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആ പ്രാർത്ഥന ആദ്യം ശ്രവിക്കുക, ആദ്യം കേൾക്കുക നിങ്ങളുടെ കുലദേവതയായിരിക്കും. ആ കുലദേവത അനുഗ്രഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന മറ്റ് ദേവതാഭാവങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിലെ ദേവതയെ സങ്കല്പിച്ച് സ്തോത്രകീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ആ പ്രാർത്ഥനയും ആദ്യം എത്തുക നിങ്ങളുടെ കുലദേവതയുടെ കർണപുടങ്ങളിലാണ്. അവിടെ നിന്ന് മാത്രമേ അടുത്ത ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അവരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ കാലങ്ങളായി നിങ്ങൾ നിങ്ങളുടെ കുലദേവതയുടെ ആരാധന വേണ്ട വിധം ചെയ്യാറില്ല, അഥവാ ചെയ്യുന്നതേയില്ല, അവഗണിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മറ്റാരിലെങ്കിലും ചെയ്യുന്ന പ്രാർത്ഥന അവിടെ എത്തുക? ചുരുക്കത്തിൽ കുലദേവതയുടെ ആരാധന വേണ്ടും വിധം ചെയ്യാതിരിക്കുന്ന ഒരാളുടെ ഒരു പ്രാർത്ഥനയും എങ്ങും എത്തുകയില്ല എന്നുള്ളതാണ് ആ അതിസങ്കീർണമായ പ്രാർത്ഥനാ രഹസ്യം. അതുകൊണ്ട് നിങ്ങളുടെ കുലദേവതയെ വേണ്ട വിധം ആരാധിക്കുക. കുലദേവത കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ, കുടുംബക്കാവുകൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കുക. ആ കാവുകൾ പ്രതിഷ്ഠിക്കപ്പെട്ട സമയത്ത് എന്താണോ അവിടെ ക്രമം നിശ്ചയിച്ചിരിക്കുന്നത്
അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമായി അന്വേഷിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബക്കാവിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായ സൂക്ഷ്മതയാർന്ന താമ്പൂല രാശി ചിന്ത ചെയ്ത് ആ കുടുംബക്കാവിനെ സംബന്ധിക്കുന്ന അപ്പോഴുള്ള ശരിയായ അവസ്ഥകൾ മനസ്സിലാക്കി ഏറ്റവും നല്ല പ്രതിവിധികൾ അവിടെ ചെയ്യുക. ഇതേ രീതിയിൽ ഉത്തരവാദിത്വത്തോടുകൂടി കുടുംബക്കാവുകൾ പരിപാലിച്ച് മുമ്പോട്ട് പോവുകയും കുലദേവതയെ നിത്യവും ഓർമ്മിച്ച് ആരാധിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോയാൽ മറ്റൊരു പ്രാർത്ഥനയുടെയോ ആരാധനയുടെയോ ആവശ്യം നിങ്ങൾക്ക് വരില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാതെ ഭംഗിയായി മുമ്പോട്ട് പോകുന്നതാണ്. നമസ്കാരം.